ഹലോ ഗൈസ്, കഴിഞ്ഞ ദിവസം മധുഹൂത് കഴിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ടായേ. അപ്പോൾ ഇവിടെ പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ പറഞ്ഞായിരുന്നു, 1 മണിക്കൂർ മുന്നേ പ്രീ ബുക്ക് ചെയ്തിട്ട് പോകണം, എന്നാലേ കിട്ടുള്ളൂ എന്ന് വ്യക്തമായി പറഞ്ഞതാണ്. ഇവരെൻ്റെ വാക്ക് മുഖവിലക്കെടുത്തില്ല. എന്നിട്ട് എന്തായി, ഇവിടെ നിന്ന് ഇറങ്ങി സമയം കളയണമല്ലോ. എന്നിട്ട് ചെടിയൊക്കെ വെക്കുന്ന ഇങ്ങനെ നഴ്സറിയിലേക്ക് വന്നു. എന്നിട്ട് കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ച ചെടിയെല്ലാം ഡിക്കി വെച്ചാൽ മറിഞ്ഞു എന്നുള്ളതുകൊണ്ട് ഇത്രയും പാടുപെട്ടൊക്കെയാണ് കൊണ്ടുവന്നത്. ഇത്രയും പൂക്കളുണ്ടായിരുന്നത് അതിൽ. ഇതെൻ്റെ ചെടിയാണ്, ഇതെനിക്ക് ഇൻഡോർ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ സമയമായിരുന്നു. നമ്മൾ ഷോപ്പിലേക്ക് പോയി. പിന്നെ ഇതിൻ്റെ പ്രസൻറ്റേഷൻ നല്ല രസമാണ് കേട്ടോ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. അതുകൊണ്ട് കൊണ്ടുവരുന്ന കുക്കർ ഉണ്ടോ നിങ്ങൾ? ആ കുക്കർ എൻ്റെ ഉമ്മിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു അതുപോലെ തുറന്ന് വാങ്ങിച്ചോളാൻ. എന്നെ കൊല്ലല്ലേ, ഒരെണ്ണം വാങ്ങിക്കണ്ടേ വാങ്ങിക്കും. അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ എയറൊക്കെ ഇങ്ങനെ പൊക്കി ഇടുമല്ലോ. അപ്പോൾ ഈ സൗണ്ട് ഇട്ടിട്ട് എല്ലാവരും നോക്കുമായിരുന്നു. അതിനുപരി ഇതിനി ഇതാക്കിയിട്ട് കൊട്ടുവേ. ഈ കൊട്ടലിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എല്ലാവരും കൂടെ എണീറ്റ് നോക്കുമായിരുന്നു. കാരണം പല ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഭയങ്കര സൗണ്ടാണ്. അപ്പം എണീറ്റ് നോക്കി എല്ലാവരും. നല്ല ഒരു മന്തി റൈസ് അല്ല, ആ ചിക്കൻ്റെ ഫുൾ ഫ്ലേവർ ആ റൈസിലുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. നല്ല കുഴഞ്ഞിരിക്കുന്ന റൈസ് എന്ന് പറഞ്ഞാൽ തേങ്ങാച്ചോറ് ഒക്കെ കഴിച്ചിട്ടില്ലേ, അതുപോലെ ടേസ്റ്റ് അല്ല പറയുന്നത്, ടെക്സ്ചറാണ് പറയുന്നത്. സാധാരണ ആൾക്കാർ മയണൈസ് അല്ലേ കൂടുതൽ എടുക്കുന്നത്, ഞാൻ ആ ചട്നി എടുക്കണം, എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എല്ലാവർക്കും വിളമ്പിയിട്ട് ഞാൻ കഴിക്കുന്നു. ഇത് നല്ല കുട്ടി. വെറൈറ്റി ടേസ്റ്റ്. എല്ലാവരും ഫസ്റ്റ് വന്ന് മധുഹൂത് ട്രൈ ചെയ്യേണ്ടതാണ്. പിന്നൊരു മിൻറ്റ് ലൈമൊക്കെ പറഞ്ഞിട്ടുണ്ടായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിൻറ്റ് ലൈം. ഒരു വലിയ പിമ്പിൾ വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിക്കേണ്ട. അത് എനിക്ക് പിമ്പിൾ വന്നാൽ പൊട്ടിക്കണ ശീലം ഉള്ളതാണ്, എത്ര പറഞ്ഞ് കേൾക്കില്ല. ഇത്രയൊക്കെയുള്ള നമ്മുടെ ഈവനിങ് വ്ലോഗ്. അപ്പോൾ ശരി, ബൈ.